അപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പം ആകെ കാണാനുള്ളത് പ്രവീൺ അല്ലെങ്കിൽ പ്രണവ് ഇവരുടെ കുടുംബവും തമ്മിത്തല്ലും കൂട്ടത്തല്ലും കുടുംബത്തല്ലും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ ബോധം ഈ വീഡിയോ പബ്ലിക് ചെയ്യുന്നതിന് മുമ്പ് നീ ആലോചിക്കണമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. വളരെ നല്ല കാര്യം. 2 ദിവസം കൊണ്ട് മില്യൺസ് കയറിയില്ലേ, പൈസ ഇഷ്ടം പോലെ ആയില്ലേ. ഇനിയിപ്പോൾ പ്രൈവറ്റ് ആക്കിയാലെന്ത്, വേറെ എന്ത് തേങ്ങ ആക്കിയാലെന്ത് അല്ലേ? ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ വ്ളോഗിങ് ഒരു സാമൂഹ്യ ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ. പണ്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സും അവരുടെ കളിയും ചിരിയും കുശുമ്പും കുന്നായ്മയും എല്ലാം അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സംഭവം ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതൊക്കെ വെറുപ്പിക്കലാണ്. ഫാമിലി വ്ളോഗിങ് എന്ന് പറഞ്ഞിട്ട് ഈ ചെയ്യുന്ന വ്ളോഗ്സ് ഒക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാണ്ട് അവരുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് പോസിറ്റിവിറ്റി വാരി വിതറി നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇതൊക്കെ മോണിറ്റൈസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഇതറിഞ്ഞിട്ട് വേണം നമ്മളെല്ലാവരും ഇതിനെ റിയാക്ട് ചെയ്യാനും പ്രതികരിക്കാനും. ഈ ഒരു വിഷയം നമുക്കാർക്കും പ്രത്യേകിച്ചൊരു ഗുണമില്ലാത്ത ഒരു സബ്ജക്റ്റിനെ എനിക്കറിയാം. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയും ഒരു ഗുണമില്ലാത്ത കാര്യമാണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാലും പറയേണ്ട ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ തുറക്കുന്ന സമയത്ത് ഈ വെറുപ്പിച്ച് ഓവർലോഡ് ആവുക. നമ്മൾ ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറഞ്ഞ പോലെ വെറുപ്പീർ ഓവർലോഡായി കഴിഞ്ഞാൽ നമ്മളും പ്രതികരിക്കൂലേ, നമ്മൾ റിയാക്ട് ചെയ്യാനായിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളും അതുപോലെ കറണ്ട് അഫയേഴ്സും അതും ഇതും അങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ റിയാക്ട് ചെയ്യാറ്. അപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പം ആകെ കാണാനുള്ളത് പ്രവീൺ അല്ലെങ്കിൽ പ്രണവ് ഇവരുടെ കുടുംബവും തമ്മിത്തല്ലും കൂട്ടത്തല്ലും കുടുംബത്തല്ലും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇത് കണ്ട് മടുത്ത് എങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ ഇത് തന്നെ. വ്യൂസൊക്കെ ആണെങ്കിലോ അങ്ങ് കിടക്കുന്നു മില്യൺസ്. നമ്മളെന്താ വീഡിയോ ചെയ്യാത്തതെന്ന് ആലോചിച്ച്. പിന്നെ കണ്ടവൻ്റെ കുടുംബത്തിൽ നമ്മളെന്തിനാ കയറി ഇടപെടുന്നതെന്ന് ആലോചിക്കുമ്പം ഇങ്ങനത്തെ ഒരുമാതിരി ആപ്പ വീഡിയോ ഒന്നും ചെയ്യാനും തോന്നിയില്ല. അങ്ങനെ നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പറഞ്ഞ പരിപാടി അങ്ങോട്ട് മാറ്റിവെച്ച് ബാക്കി കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് ഇവന്മാർ എവിടെ നോക്കിയാലും തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഈ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും കാര്യം. അപ്പോൾ എന്താന്ന് നോക്കാൻ വേണ്ടി ചെയ്തതല്ല, നോക്കിയ സമയത്ത് കുറേ കാര്യങ്ങൾ കണ്ടു. എന്താണെങ്കിലും ഇവരെ കുടുംബകലഹം എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ലത്. അതവർ കുടുംബത്തിൽ പറഞ്ഞ് തീർക്കട്ടെ. അങ്ങനെ ഈ ഒരു വിഷയം നമ്മളായിട്ട് മാറ്റിവെച്ച സമയത്ത് ഇത് കാണുകയും വേണം. കണ്ടു കഴിഞ്ഞാൽ, അതായത് മോണിറ്റൈസ് വെച്ച വീഡിയോ കേട്ടത്, ഇവന്മാരുടെ തമ്മിത്തല്ലും അല്ലെങ്കിൽ കൂട്ടത്തല്ലും കുടുംബത്തല്ലും മോണിറ്റൈസ് ചെയ്ത് വെച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖമുദ്ര. പൈസ നമുക്ക് കിട്ടണം അതെങ്ങനായാലും. കുടുംബത്തിൽ തല്ലിട്ടാണെങ്കിലും വേണ്ടില്ല, ഭാര്യനെ ഇടിച്ചിട്ടാണെങ്കിലും വരെ, ഭാര്യനെ അമ്മായിയച്ഛൻ തൊഴിച്ചോട്ടെ, എന്താ പറയുക ചേട്ടൻ്റെ അനിയൻ തൊഴിച്ചോട്ടെ, അതൊക്കെ വേറെ കാര്യം. പക്ഷെ പൈസ അത് മുഖ്യമാണ്, അത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇതൊക്കെ കാണുകയും വേണം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാൻ പാടില്ല. ഇവൻ്റെയൊക്കെ വീഡിയോൻ്റെ താഴത്ത് പോയിട്ട് കമൻ്റ് ഇട്ട കുറേ ആൾക്കാരുണ്ട്. ആ പാവപ്പെട്ട ഒരു കമൻ്റ് ഇടാനോ അഭിപ്രായം പറയാനോ പാടില്ല. നിങ്ങൾ ജസ്റ്റ് കണ്ടോളുക, ആഡുകളൊക്കെ കണ്ടോളുക, കിട്ടുന്ന പൈസ അവൻ്റെ പോക്കറ്റിൽ ഇട്ടോളുക, അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇവൻ്റെയൊക്കെ ഈ ചിന്താഗതിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതായത് ഇവൻ ഇന്ന് ഇതിലുള്ള അടി കിട്ടിയവൻ അവൻ്റെ ഭാര്യയ്ക്കുമാണ് അടി കിട്ടിയത്. അവൻ്റെ അച്ഛൻ്റെയും അവൻ്റെ അനിയൻ്റെയും അമ്മൻ്റെയും ഒക്കെ കയ്യിൽ നിന്ന് അവനിന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു സ്റ്റോറി ഇട്ട്. അതാണ് ഏറ്റവും കോമഡി. കേട്ടോ, ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ ആണ് പോയിട്ടിരിക്കുന്നത് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. ശരി, നിങ്ങളുടെ വീട്ടിലെ തമ്മിത്തല്ലും തമ്മിലടിയും കുശുമ്പും കുന്നായ്മയും എല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പൈസ വാങ്ങുന്ന എനക്ക് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്താ നിങ്ങൾക്ക് വേറെ കുറച്ച് പൈസ അയച്ചു തരും. നീ ഒരു കാര്യം ചെയ്യും, GPay എല്ലാം കൂടെ താഴ്ത്തിട്, ഞങ്ങൾ ആ പൈസയും കൂടെ അയച്ച് ഞങ്ങളത് കരുണ കാണിച്ചു തരാം നിനക്ക്. നീ പിന്നെ എന്ത് കരുണ ആലോചിച്ച്? വീട്ടിലെ കുടുംബത്തല്ലും തമ്മിത്തല്ലും ഒക്കെ വീട്ടിൽ വെച്ച് തീർത്തോളാം. അതല്ലെങ്കിൽ കുടുംബക്കാരും റിലേറ്റീവ്സിനും ബാക്കി നാട്ടുകാരും വെച്ച് തീർത്തോളാം. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടല്ല പൈസ ഉണ്ടാക്കൽ. എന്നിട്ട് നിന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, കരുണ നിന്നോട് എന്ത് കരുണ കാണിക്കണ്ടേ? അല്ലെങ്കിൽ നിന്റെ ഫാമിലിനോട് എന്ത് കരുണ കാണിക്കണ്ടേ? ഞാനതാ ചോദിച്ചു. അല്ല, ഇതിലിട്ടതും പോലെ നീ കരുണ കാണിക്കണോ? ഞങ്ങൾ താഴത്ത് വന്നിട്ട് ആമയും പറയണോ? എൻ്റെ പൊന്നു ബ്രോയോ നിനക്ക് അത് പറ്റി, നിനക്കിത് പറ്റി, ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അതാണോ ഞങ്ങൾ പറയേണ്ടത്? ആൾക്കാർക്ക് പല അഭിപ്രായം ഉണ്ടാവോ? നിൻ്റെ ഒരു വീഡിയോ കണ്ട അഭിപ്രായം പറയാനല്ല ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. ആ സാമാന്യ ബോധം നിനക്കില്ലേ? ബാക്കി കേട്ടോ, മനസ്സിലായി. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുകയാണ്. അത് ശരി, പിന്നെ നീ എന്ത് കോപ്പിനാ നിൻ്റെ ചാനൽ ഇത് കൊണ്ടിട്ടത്? റീച്ചിനല്ലേ, പൈസക്കല്ലേ?
അനക്കത് ഇട്ട് കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യാൻ ആൾക്കാർ വരൂലേ? നീ എന്തേ വിചാരിച്ചേ? നീ ഇട്ട വീഡിയോ കണ്ട് ഞങ്ങൾ പരസ്യം കണ്ട് നിനക്ക് പൈസ ഉണ്ടാക്കി തരണോ? എടാ ഓളെ, നിനക്കൊന്നും ബോധമില്ലടോ. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഈ ബാക്കി എന്താ ഈ പറഞ്ഞ്? ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതിന് എൻ്റെ വൈഫിനെ ഐദർ സൈബർ ബുള്ളിയിങ് നടന്നത് കൊണ്ടാണ്. കിട്ടും, നിനക്കും കിട്ടും സൈബർ ബുള്ളിങ്ങും, വൈഫിനും കിട്ടും. നിങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയനും ഒക്കെ കിട്ടും. അതങ്ങനെ വരൂ. അതല്ലേ പിന്നെ നീ ഇടരുത്. വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ വെച്ച് തീർത്തോളാം, അല്ലെങ്കിൽ കുടുംബത്തെ വെച്ച് തീർത്തോളാം. സൈബർ ബുള്ളിങ് ആയിട്ടും പല രീതിയിൽ നിനക്ക് പണി കിട്ടും. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. പൈസ വാങ്ങുന്നുണ്ടല്ലോ, മോണിറ്റൈസ് ആക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ മിണ്ടാൻ നിൽക്കരുത്. ബാക്കി എന്താ നിന്നെ പറഞ്ഞത്? പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലി ലോ സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്, നിനക്ക് തന്നെയാണ്. ഇതിൻ്റെ പേരിൽ കിട്ടിയ പൈസയും നിൻ്റെ ഫാമിലിക്കും അല്ലെങ്കിൽ നിൻ്റെ ചാനലിനും നിൻ്റെ അനിയൻ്റെ ചാനലിലും നിൻ്റെ വൈഫിൻ്റെ ചാനലിലും കിട്ടിയിട്ടുള്ള റീച്ച് അത് നിങ്ങൾക്കാണ്, അതിൻ്റെ പൈസ നിങ്ങൾക്കാണ്. ഇതിനെതിരെ ആൾക്കാർ സംസാരിച്ചു കൊണ്ട് നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾ തന്നെ അനുഭവിക്കണം. പൈസയും നിങ്ങൾ അനുഭവിക്കണം, കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിക്കണം. ഒന്നും അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബോധം ഈ വീഡിയോ പബ്ലിക് ചെയ്യുന്നതിന് മുമ്പ് നീ ആലോചിക്കണമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. വളരെ നല്ല കാര്യം. 2 ദിവസം കൊണ്ട് മില്യൺസ് കയറിയില്ലേ, പൈസ ഇഷ്ടം പോലെ ആയില്ലേ. ഇനിയിപ്പോൾ പ്രൈവറ്റ് ആക്കിയാലെന്ത്, വേറെ എന്ത് തേങ്ങ ആക്കിയാലെന്ത് അല്ലേ? ഏറ്റവും നല്ല എന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് തീർക്കുക വീട്ടിൽ. അപ്പം നമ്മൾ ഇവരെ പ്രശ്നങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ്, നമുക്കറിയാം TT ഫാമിലിൻ്റെ ഒരു വീഡിയോ, അവർ പ്രഗ്നൻസി കാണിച്ചു, അവരത് കാണിച്ചു, അവരതിനാണ് ജീവിക്കുന്നത്. അവർ പൈസക്ക് വേണ്ടിയിട്ട് അവരെ എന്താ പറയുക പ്രഗ്നൻസിയും ഫസ്റ്റ് നൈറ്റും ഫസ്റ്റ് എന്താ പറയുക, ഇന്ന് അവർ വേറെ വീഡിയോ ഇട്ടുണ്ട്, ഫസ്റ്റ് സ്കാനും അതൊക്കെ ഇടും. അതാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ്. ഞാൻ പറഞ്ഞത്, ഇവരാരും നിങ്ങളെ പോസിറ്റിവിറ്റി പരത്തി, നിങ്ങളെ ക്യൂട്ട്നെസ് പരത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് പോസിറ്റീവ് അങ്ങ് വിതറി നിങ്ങളുടെ ഫാമിലി നന്നാക്കാൻ വന്ന ആൾക്കാരല്ല. അവരെ ഫാമിലി നന്നാക്കാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ എടുക്കുക, അത് കാണുക, അത് തള്ളിക്കളയുക, അത്രേ ഉള്ളൂ. അവിടെ തീർന്നു. അത് നിങ്ങളുടെ കുടുംബത്തിലോട്ട് അങ്ങ് കയറ്റി നിങ്ങളുടെ എന്താ പറയുക ഫാമിലിൻ്റെ കൂടെ അത് മിങ്കിൾ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തിൻ്റെ പേരില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ, അത് കണ്ടങ്ങ് പോകണം. അതല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ കാണിക്കാണ്ടിരിക്കുക. ഇങ്ങനത്തെ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പം നമ്മുടെ നാട്ടിൽ. എന്നിട്ട് അവന്മാരെന്തെങ്കിലും ഇടും, അതിന് 4 അഭിപ്രായം പറഞ്ഞാൽ ഇവർ തന്നെ വന്ന് പറയും ഞങ്ങൾക്ക് സൈബർ ബുള്ളിയും കിട്ടുന്നു, ഞങ്ങൾക്ക് അത് കിട്ടുന്നു. നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അങ്ങനത്തെ പലതരത്തിലുള്ള പല പരിപാടികളും കാണിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. അതങ്ങ് അക്സെപ്റ്റ് ചെയ്തോളാം എന്നുള്ളത് നിങ്ങൾ കാണിക്കേണ്ടത്. അല്ലാണ്ട് ഈ സംഭവങ്ങൾക്ക് പിന്നാലെ പോവില്ല വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഉപകാരമില്ല, എന്നാലും ഇങ്ങനത്തെ കുറേ കോപ്രായങ്ങളും കണ്ടുകൊണ്ടിരിക്കും. അത് ഈ ചെവി കൂടെ എടുത്ത് ഈ ചെവി കൂടെ വിട്ടാല. അല്ലെങ്കിൽ കമൻറ്റ് നിങ്ങൾ ഇട്ടോ, ഇവന്മാർ ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ മേലെ ന്യായീകരണമായിട്ട് വരാൻ കരുതും. അത്രേ എനിക്ക് പറയുള്ളൂ. കഷ്ടം.